ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് പ്ലാനിംഗ്, ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ്, ചലഞ്ചസ് ഓഫ് പ്ലാനിംഗ്, അതുപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഏരിയാസ് ആണ്, പ്ലാനിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ടൈപ്സ് ഓഫ് പ്ലാനിങ്ങും അതുപോലെ പ്രോസസ് ഓഫ് പ്ലാനിങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം എന്താണ് പ്ലാനിംഗ് എന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനും പ്ലാനിംഗ് തന്നെയാണ്. അത് എന്തുകൊണ്ടാ വെച്ചാൽ എപ്പോഴും പറയുന്ന ജനറലി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വെൽ പ്ലാൻ ഈസ് ഹാഫ് ഡൺ എന്ന്. അതായത് നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നതിനേക്കാളും മുന്നേ നമ്മുടെ അടുത്ത് ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്താണ് പകുതി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യൽ ആണെന്നാണ് പറയുന്നത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. അത് ഇൻഡിവിജ്വൽസിന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ കേസിലാണെങ്കിലും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, നമുക്കൊരു ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10th ഒക്കെ കഴിയുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ കരിയറിനെ പറ്റി പ്ലാൻ ചെയ്യും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാം? അതായത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക നമ്മുടെ പാഷൻ, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊരു പ്രൊഫഷനാണ്, അതല്ലെങ്കിൽ നമുക്ക് ഏതൊരു പൊസിഷനിലാണ് എത്തിച്ചേരേണ്ടതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക അല്ലേ. നമുക്കതിനെ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. അതായത് നമ്മുടെ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ളത്, അവിടേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുക അല്ലേ. അതിനുശേഷം ഈ ഓരോ വേസിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യും, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വൽസിന്റെ കേസിലാണെങ്കിലും ശരി, ഓർഗനൈസേഷന്റെ കേസിലാണെങ്കിലും ശരി, ഇത് തന്നെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഡിഫറെന്റ് മീൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് വേസ് നമുക്ക് പറയാം, അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആ ഒരു ഗോൾ ഓർ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് വേസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഓരോ വേസിനെ പറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. Okay, so it involves setting of objectives and goals, designing appropriate strategies and course of action, and framing plans and procedures etc. for execution of the proposed activities under the project. അപ്പോൾ ഇതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിന്റെ ജനറൽ ഒരു മീനിങ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പ്ലാനിങ്ങിന്റെ ഡെഫിനേഷൻ നോക്കാം. ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഹെൻറി ഫയോളിന്റെ ആണ്. നമുക്കറിയാം ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ആളാണ് ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. നമ്മുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഹെൻറി ഫയോൾ. സോ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡെഫിനേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്ലാനിങ്ങിനെ പറ്റിയുള്ളത്. സോ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ടു പെർഫോം ഡിഫറെന്റ് മാനേജറിയൽ ഓപ്പറേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദി പ്രീഡിറ്റർമിൻഡ് ഗോൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഏതൊരു കാര്യം ഏതൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതിനേക്കാളും മുന്നും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് സെറ്റ് ചെയ്യണം അല്ലെ. എന്നിട്ട് ആ ഗോൾ ഓർ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്, എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ ഓൾട്ടർനേറ്റീവിനും നമ്മൾ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഏതാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനേഷൻ ഉണ്ട്. ഇതൊരു ചെറിയ ഡെഫിനേഷൻ ആണ്. അക്കോർഡിംഗ് ടു ഹെയ്മാൻ, പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇസ് ടു ബി ഡൺ. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. വാട്ട് ഇസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഇസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ഹു ഈസ് ടു ഡു ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാനിങ്ങിൽ തീരുമാനിക്കുന്നത്. Okay, so generally speaking, planning is deciding in advance what is to be done. That is, a plan is a projected course of action. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി പ്രൊജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മുൻകൂട്ടി എന്ത് ചെയ്യാണ്, ഫോർകാസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്ലാനിങ്ങിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഇതൊക്കെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലുക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ. നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് പ്രീ ഡിറ്റർമിൻഡ് ലൈൻസ് ഓഫ് ആക്ഷൻ. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്, ഇതാണ് എൻ്റെ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്, ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന വഴിയിലൂടെ പോകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് കോഴ്സസ് ഓഫ് ആക്ഷൻസ് എന്നുള്ളത് മുൻകൂട്ടി പ്രീ ഡിറ്റർമിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് ഒരു
ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം നമ്മൾ ഒരു വർഷത്തെ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തു, അതോടുകൂടി അത് അവസാനിക്കുന്നില്ല, ഇല്ലല്ലോ. നെക്സ്റ്റ് ഇയർ നമ്മൾ പുതിയൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വർഷത്തിന് വേണ്ടി നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിൽ ഒരു ചേഞ്ച് വരാതിരിക്കില്ല, ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ അതിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാനിങ് ഇൻ്റഗ്രേറ്റ്സ് വാരിയസ് ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെ. പ്ലാനിങ് എന്നുള്ളത് ടോപ്പ് ലെവൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, അല്ലെ. മിഡിൽ ലെവൽ ആണെങ്കിലും ലോവർ ലെവൽ ആണെങ്കിലും എല്ലാവരും പ്ലാനിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, സെയിൽസ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ് ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത്, പിന്നെ പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്ലാനിങ് ഈസ് ഡൺ ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ 1 ഇയറിലേക്ക് വേണ്ടി ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ 5 ഇയർ പ്ലാൻസ് ഒക്കെ കേട്ടിട്ടില്ലേ, 5 ഇയറിലേക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ളതും ലോങ് ടേം ആയിട്ടുള്ള, എന്നാലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാനിങ് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഡിസ്കവേഴ്സ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഔട്ട് ഓഫ് അവൈലബിൾ ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഡെഫിനേഷനിൽ പറയുന്ന പോലെ തന്നെ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നിനും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ പ്ലാനിങ് ഈസ് എ മെന്റൽ ആക്ടിവിറ്റി. ഇതൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് മെന്റലി നമ്മൾ നന്നായി തിങ്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, പ്ലാനിങ് എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു മെന്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. അതുപോലെ പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. ടോപ്പ് ലെവൽ ആണെങ്കിലും മിഡിൽ ലെവൽ ആണെങ്കിലും ലോവർ ലെവൽ ആണെങ്കിലും എല്ലായിടത്തും എന്തുണ്ട്, പ്ലാനിങ് ഉണ്ട്. ഇറ്റ് ഇസ് എ പെർവേസീവ് ഫംഗ്ഷൻ. ഓക്കെ. അതുപോലെ ഇറ്റ് ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അത് നമുക്കറിയാം. പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാനിങ് എന്നുള്ള അത്രയും ഇമ്പോർട്ടൻറ്റും ആണ്, അല്ലെ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് പ്രോപ്പർ ആയിട്ടൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി കാര്യം ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്ലാനിങ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് അൺസർട്ടനിറ്റി. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ. ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അൺസർട്ടനിറ്റീസ് എന്നുള്ളത് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ടു ബ്രിങ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഇൻ ദി ഓർഗനൈസേഷനിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഓരോ ആളുകളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അവരെ മുൻകൂട്ടി ഇത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാനും കോപ്പറേഷനോട് കൂടി മുന്നോട്ട് പോകാനും പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ബ്രിങ് ഇക്കോണമി ഇൻ ഓപ്പറേഷൻസിൽ ഇക്കോണമി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ റിസോഴ്സസ് ഉണ്ടല്ലോ, ഒരുപാട് റിസോഴ്സസ് നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള പ്രോപ്പർ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഒക്കെ അവൈലബിൾ ആവും, അല്ലെ. അപ്പോൾ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ പ്ലാനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ആൻറ്റിസിപ്പേറ്റ് അൺപ്രെഡിക്റ്റബിൾ കണ്ടിജൻസി. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അൺസർട്ടനിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ. അതായത് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ നമ്മൾ മുൻകൂട്ടി കാണാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടിജൻസീസ് ഒക്കെ മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് എന്നുള്ള ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ഉള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ കേസ് പറഞ്ഞില്ലേ, നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എവിടേക്കാണ്, എന്താണ് എൻ്റെ ലക്ഷ്യം, എവിടേക്കാണ് എത്തിച്ചേരേണ്ടതായിട്ടുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം എന്തൊക്കെ വഴികളാണ് അവിടേക്ക് എത്തിച്ചേരാനായിട്ടുള്ളത്, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി ഏതാണെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെ. അപ്പോൾ ഇവിടെ ടു അച്ചീവ് ദി പ്രീ ഡിറ്റർമൈൻഡ്, ആ ഒരു മുൻകൂട്ടി തീരുമാനിച്ച ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു റെഡ്യൂസ് കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കമ്പനീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ അതുപോലത്തെ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റു കമ്പനീസും ഉണ്ടായിരിക്കും, അല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ഓപ്പർച്യൂണിറ്റീസ് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കോമ്പറ്റീഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ജനറൽ ആയിട്ടുള്ള പ്ലാനിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി പ്ലാനിങ് പ്രോസസ്സ് നോക്കാം. ഇപ്പോൾ പ്ലാനിങ് പ്രോസസ്സ് പഠിക്കുന്ന ടൈമിൽ ഈ പറയുന്ന സ്റ്റെപ്പുകൾ എന്നുള്ളത്
അതേ ഓർഡറിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ റിട്ടൺ എക്സാം ആണെങ്കിൽ ഇപ്പോൾ ഡിഗ്രിയുടെയും PG ലെവലിലുള്ള എക്സാംസ് ഒക്കെ നമ്മളിത് കാണാതെ പഠിച്ച് എഴുതണം. സ്റ്റെപ്പ് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ കാണാതെ പഠിച്ച് എഴുതണം, മനസ്സിലാക്കി എഴുതണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ നെറ്റിൻ്റെ ഒക്കെ എക്സാം ആണെങ്കിൽ ഈ സ്റ്റെപ്സ് ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടൊക്കെയാവും തരിക, ഓർഡർ ആക്കാനൊക്കെ പറയാം. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് ഇന്ന സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇന്നതാണെന്ന് അറിഞ്ഞാലേ അത് ഓർഡർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്റ്റെപ്സ് മാറിപ്പോവാതെ അത് ലിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ലിങ്ക് ചെയ്തിട്ട് ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാനിങ് പ്രോസസ്സ് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, അപ്പോൾ അതെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എവിടെ നിന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കേസിൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലത്തെ തന്നെ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് കമ്പനീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓപ്പർച്യൂണിറ്റി അനലൈസ് ചെയ്യാണ്. അവിടെ നിന്നാണ് പ്ലാനിങ് എന്നുള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എല്ലാവരും ഒരുപോലത്തെ പ്രൊഡക്റ്റ് തന്നെയാണ് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നത്, പക്ഷെ അവർക്ക് എന്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും, മറ്റ് കോമ്പറ്റീറ്ററിനെ അപേക്ഷിച്ച് എന്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. So it is the beginning of the planning process. This provides an opportunity to set the objectives in real sense. So നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അനലൈസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. Okay, it helps to take the advantage of opportunities and avoid threats. Once the opportunities are pursued, the other steps of planning are undertaken. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ നിന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സോ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് സ്റ്റേജ് ഡീൽസ് വിത്ത് ദി സെറ്റിംഗ് ഓഫ് മേജർ ഓർഗനൈസേഷൻ ആൻഡ് യൂണിറ്റ് ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവും സെറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒബ്ജക്റ്റീവ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ഓൾ കീ ഏരിയാസ്. വൺസ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ ഐഡന്റിഫൈഡ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ലോവർ യൂണിറ്റ് ക്യാൻ ഐഡന്റിഫൈഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നു സെക്കൻഡ് സ്റ്റെപ്പിൽ. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന പോലെ തന്നെ സെയിം പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന മറ്റു കമ്പനീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഏകദേശം എല്ലാവരും ഒരേ റേറ്റിൽ തന്നെയാണ്, ഈ പ്രൈസിൽ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എല്ലാ പ്രൊഡക്റ്റും ഏകദേശം ഒരുപോലെ തന്നെയാണ്, കാരണം റേറ്റും എല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ എങ്ങാനും നമ്മൾ പ്രൈസ് ഒന്ന് ചെറുതായി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഡിമാൻഡ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് പ്രിമൈസസ് ആണ്. അപ്പോൾ എന്താണ് പ്ലാനിങ് പ്രിമൈസസ്, അതൊന്ന് ശ്രദ്ധിക്കണേ, ആ ഒരു ടേം ശ്രദ്ധിക്കണം. പ്ലാനിങ് പ്രിമൈസസ് എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെർട്ടൻ അസംഷൻസ് ആണ്. അതായത് ഇറ്റ് മീൻസ് ഡിസൈഡിങ് ദി കണ്ടീഷൻ അണ്ടർ വിച്ച് പ്ലാനിങ് ആക്ടിവിറ്റീസ് വിൽ ബി അണ്ടർടേക്കൻ. അതായത് സെർട്ടൻ കണ്ടീഷൻസ് നമ്മൾ വെക്കുകയാണ്, അല്ലെങ്കിൽ സെർട്ടൻ അസംഷൻസ് വെക്കുകയാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാനിങ് എന്നുള്ള പരിപാടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് പ്രിമൈസസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെർട്ടൻ അസംഷൻസ് ആണ്. നമ്മൾ പ്ലാനിങ് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുക വെച്ചാൽ നമ്മൾ ഇക്കണോമിക്സിൽ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിക്കുന്ന സമയത്ത് സെർട്ടൻ അസംഷൻസ് നമ്മൾ വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും, അതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് സെർട്ടൻ അസംഷൻസ് വെക്കുന്നുണ്ട് അവിടെ അല്ലേ, ആ ഒരു ലോ പഠിക്കുന്ന സമയത്ത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണെങ്കിലും അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സിന് പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവുന്നില്ല, അതുപോലെ കൺസ്യൂമറിന്റെ ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമേഴ്സിൽ ചേഞ്ച് ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലോ പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അസംഷൻസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുന്ന ആ അസംഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. സോ ഈ ഒരു പ്രിമൈസസിന്റെ അല്ലെങ്കിൽ അസംഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാണ്. അതൊക്കെ ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിളിലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് കുറയ്ക്കണം എന്നുള്ളതാണ് അല്ലെ. പ്രൈസ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, കോസ്റ്റ് കുറയ്ക്കാം അല്ലെ. പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കോസ്റ്റ് ഏതൊക്കെ രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും, മെറ്റീരിയൽ കോസ്റ്റ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ലേബർ കോസ്റ്റോ അതല്ലെങ്കിൽ എക്സ്പെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഓവറോൾ പ്രൈസിൽ എന്താ പറയുക കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ ആ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, അതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സിൽ വരുന്നത്.
ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് വേരിയസ് ആക്ഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് നെസസറി ഫോർ ദ പ്ലാനർ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്. അത് വിചാരിച്ചിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, പക്ഷെ അതിനും ഒരു ലിമിറ്റ് വേണം. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് അന്വേഷിച്ച് പോവല്ല ചെയ്യേണ്ടത്, ലിമിറ്റ് ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ആണ്. ഇങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓൾട്ടർനേറ്റീവും എടുത്തിട്ട് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിന്റെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, അങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സിൽ വരുന്നത്. Various alternatives which are considered feasible may be taken for detailed evaluation. It is evaluated on the basis of contribution of each alternative towards the organization objective in the light of its resources and constraints. നമ്മൾ രണ്ടും റിസോഴ്സസിനെയും കൺസ്ട്രെയിൻസിന്റെയും ബേസിൽ ഇത് നമുക്ക് എത്രത്തോളം നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷനിൽ ചെയ്യുന്നത്. ഓരോ ഓൾട്ടർനേറ്റീവ് എടുത്തിട്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. നമ്മൾ അങ്ങനെ ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ദ ഇവാലുവേഷൻ ദ മോസ്റ്റ് ഫിറ്റ് വൺ ഈസ് സെലക്ടഡ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം എ പ്ലാനർ മസ്റ്റ് ബി റെഡി വിത്ത് ഓൾട്ടർനേറ്റീവ്സ് നോർമലി നോൺ ആസ് കണ്ടിജൻസി പ്ലാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തു, അത് നമുക്കിപ്പോൾ പ്ലാൻ എ എന്ന് പറയാം. ഓക്കെ, നമ്മളെപ്പോഴും പറയില്ലേ പ്ലാൻ എയുടെ കൂടെ ഒരു പ്ലാൻ ബിയും കൂടി എന്ത് ചെയ്യുക, വെക്കുക. എങ്ങാനും പ്ലാൻ എ വർക്കായില്ലെങ്കിൽ പ്ലാൻ ബി നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് പറയില്ലേ. അപ്പം അതുപോലെ തന്നെയാണ്, നമ്മൾ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ ഒരു സബ് ആയിട്ടുള്ള ഒരു പ്ലാനും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെ നമുക്ക് കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറയാം. അതായത് എങ്ങാനും നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു ഓൾട്ടർനേറ്റീവ് വർക്കായില്ലെങ്കിൽ നമുക്ക് ഈ കണ്ടിൻജൻസി പ്ലാൻ എന്നുള്ളത് എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ വിച്ച് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ ചേഞ്ച്ഡ് സിറ്റുവേഷൻ. എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ചേഞ്ചസ് വന്നാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടി നമ്മൾ ഒരു എന്താ പറയുക, സേഫ്റ്റി എന്നുള്ള രീതിയിൽ പ്ലാൻ ബിയും കൂടി എന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് സപ്പോർട്ടിംഗ് പ്ലാൻസ്. അങ്ങനെ നമ്മളൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യാണ്, ആ ഒരു ഓൾട്ടർനേറ്റീവിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്ലാൻ കിട്ടിയില്ലേ, ഇനി നമ്മൾ അത് എന്ത് ചെയ്യുക വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി പ്ലാനുകൾ കൂടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഡെവലപ്പിംഗ് സപ്പോർട്ടിംഗ് പ്ലാൻസ്. ആഫ്റ്റർ ഫോർമുലേറ്റിംഗ് ദി ബേസിക് പ്ലാൻ, various plans are devised to support the main plan. These plans are known as derivative plan. അപ്പോൾ മെയിൻ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ് ആയിട്ടുള്ള പ്ലാനുകളാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് ആക്ടിവിറ്റീസ് ആണ്. ആഫ്റ്റർ ഫോർമുലേറ്റിംഗ് ബേസിക് ആൻഡ് ഡെറിവേറ്റീവ് പ്ലാൻസ് ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഈസ് ഡിറ്റർമൈൻ. അതിന് ശേഷം നമ്മൾ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊരു സീക്വൻസിലാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എസ്റ്റാബ്ലിഷിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ദ പ്ലാൻസ് ആർ പുട്ട് ഇൻ ടു ആക്ഷൻ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ് ആ ഒരു പെർട്ടിക്കുലർ പ്ലാൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഡിവൈസിങ് എ മെക്കാനിസം ഓഫ് പ്രൊജക്ട് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിവൈസിങ് എ മെക്കാനിസം ഓഫ് പ്രൊജക്ട് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇപ്പോൾ നമ്മൾ പ്രോസസ് ഓഫ് പ്ലാനിങ് പറഞ്ഞു, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് പറഞ്ഞു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും പ്ലാൻസിന്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹൈറാർക്കി ആണ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസ് ഓഫ് യൂസ് ആണ്. തേർഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ആദ്യം ഓൺ ദ ബേസിസ് ഓഫ് ഹൈറാർക്കി ആണ്. സോ ഹൈറാർക്കിയുടെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് വൺ ആണ് കോർപ്പറേറ്റ് പ്ലാൻസ്, ടാക്ടിക്കൽ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യത്തെയാണ് കോർപ്പറേറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇത് സ്ട്രാറ്റജിക് പ്ലാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഈ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഓവറോൾ ഓർഗനൈസേഷന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനുകളാണ് ഇവർ പ്രിപ്പയർ ചെയ്യുക, ടോപ്പ് ലെവൽ മാനേജേഴ്സ് പ്രിപ്പയർ ചെയ്യുക അല്ലെ. അപ്പോൾ ഇത് സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാൻസ് ആണ് കോർപ്പറേറ്റ് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. ഗോൾ ഓഫ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ എന്നുള്ളത് മൈൻഡിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഒരു 4 to 5 years ഒക്കെ ഡ്യൂറേഷനിലുള്ള പ്ലാനുകളായിരിക്കും, ആ ഒരു പീരീഡിൽ വരുന്ന പ്ലാനുകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് അവർ ഡിസൈഡ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഗനൈസേഷൻ ഏതൊരു ലെവലിലാണ് ഉള്ളത്, ഭാവിയിൽ ഏത് ലെവലിലേക്കാണ് എത്തിച്ചേരേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ അവർ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്. സോ അവിടേക്ക് എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകളാണ് ഈ ഒരു ഇതിൽ വരുന്നത്, കോർപ്പറേറ്റ് പ്ലാൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകളായിരിക്കും കേട്ടോ. അപ്പോൾ സോ ബേസ്ഡ് ഓൺ ദിസ് പ്ലാൻസ് ലോവർ ലെവൽ പ്ലാൻസ് പ്രിപ്പയർ. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കോർപ്പറേറ്റ് പ്ലാൻസിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ഡിപ്പാർട്ട്മെന്റ് പ്ലാൻസും ലോവർ ലെവൽ പ്ലാൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോർപ്പറേറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുമ്പോൾ
ഇപ്പൊ നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് പ്ലാൻസ് ആകുമ്പോൾ ഒരു അപ് ടു 5 ഇയേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളത് അല്ലെ. ഇനി 5 ഇയേഴ്സ് അതല്ലെങ്കിൽ അതിന് കൂടുതൽ ലോങ്ങർ ആയിട്ടുള്ള പ്ലാനുകളാണ് സ്ട്രാറ്റജിക് പ്ലാൻസിൽ വരുന്നത്. ടാക്ടിക്കൽ പ്ലാൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി സ്പാൻ ഓഫ് 1 ഇയർ ഓർ ലെസ് ആണ് വരിക. ഇത് കൂടുതലും ഈ ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് പ്ലാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനുകളാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് പ്ലാൻസ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സബ് ആയിട്ടുള്ള പ്ലാനുകളാണ് ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷനുള്ളിൽ മിഡിൽ ലെവലിൽ വരും. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ്, മാർക്കറ്റിംഗ്, HR, ഫിനാൻസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഈ കൈൻഡ് ഓഫ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക, ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോർപ്പറേറ്റ് പ്ലാൻസിന്റെ കീഴിൽ വരുന്ന പ്ലാനുകളായിരിക്കും. നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ പ്ലാൻസ് ആണ്. ഓപ്പറേഷണൽ എന്നുള്ള വേർഡിൽ നിന്ന് നമുക്കറിയാം, അതായത് ഓപ്പറേഷണൽ അല്ലെങ്കിൽ ഡെയിലി ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഓപ്പറേഷണൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ഫോർ അച്ചീവിങ് ഓപ്പറേഷണൽ ഗോൾസ്, അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓപ്പറേഷണൽ ഗോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ദ സ്പെസിഫിക് റിസൾട്ട്സ് എക്സ്പെക്ടഡ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ്സ്, വർക്ക് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ആവാം, ചിലപ്പോൾ വർക്ക് ഗ്രൂപ്പുകളായിരിക്കാം, അവരുടെ ഫംഗ്ഷനിങ് ഉണ്ടല്ലോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനുകളാണ് ഓപ്പറേഷണൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സിംഗിൾ യൂസ് പ്ലാൻസ് ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺഗോയിങ് പ്ലാനുകളൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയുക ഓൺ ദ ബേസ് ഓഫ് ഹൈറാർക്കി വരുന്ന 3 ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ആണ്. യൂസിന്റെ ബേസിസിൽ നമുക്ക് സിംഗിൾ യൂസ് പ്ലാൻസും ഉണ്ട്, സ്റ്റാൻഡിങ് പ്ലാൻസും ഉണ്ട്. സിംഗിൾ യൂസ് പ്ലാൻ ആ ഒരു വേർഡ് നമുക്കറിയാം, അതായത് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്ന പ്ലാനുകൾ ഒരേ ഒരു വട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ബഡ്ജറ്റ്, അതുപോലെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് അതായത് ഇങ്ങനത്തെ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരേ ഒരു വട്ടം യൂസ് ചെയ്യുള്ളൂ. ഇത് റിപ്പീറ്റഡ്ലി നമ്മൾ ഒരു വട്ടം പ്രിപ്പയർ ചെയ്ത കാര്യം നമുക്ക് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് 1 ഇയറിലേക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ ഓരോ പുതിയ ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ ഒരു വർഷത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യില്ലല്ലോ. ഒരു വർഷത്തിന് ഒരു ബഡ്ജറ്റ്, അങ്ങനെയാണ്. അടുത്ത വർഷത്തിന് അടുത്ത പുതിയൊരു ബഡ്ജറ്റ്. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതൊരു പെർട്ടിക്കുലർ പീരീഡിലേക്കുള്ളതായിരിക്കും, കൂടുതൽ 1 ഇയർ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓവറോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും എല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു എന്താ പറയുക ബഡ്ജറ്റ് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നല്ലൊരു കൺട്രോളിങ് ഡിവൈസ് ആണെന്നാണ് പറയുന്നത്. കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഡിവൈസ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് എന്തൊക്കെ സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ട്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻകം വരാൻ സാധ്യതയുണ്ട്, അതുപോലെയൊക്കെ ഏതൊക്കെ രീതിയിൽ എക്സ്പെൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം ആണ്. പ്രോഗ്രാം എന്നുള്ളത് ഇത് രണ്ടും സിംഗിൾ യൂസ് പ്ലാൻ ആണ് കേട്ടോ. ഒരു വട്ടം ഒരു പെർട്ടിക്കുലർ 1 ഇയറിലേക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇയറിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വർഷത്തേക്ക് പുതിയത് പ്രിപ്പയർ ചെയ്യേണ്ടത് വരും. അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പ്രോഗ്രാം എന്നുള്ളത് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ടു ബി അണ്ടർടേക്കൺ ഫോർ ഇംപ്ലിമെന്റിംഗ് ദി പോളിസീസ് ആൻഡ് അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് ഈ പ്രോഗ്രാമിലൂടെ പറയുന്നത്. അപ്പോൾ ഇതും സിംഗിൾ യൂസ് ആണ്. ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ടാസ്കിന് വേണ്ടി പുതിയൊരു പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് സിംഗിൾ യൂസ് പ്ലാൻ, ബഡ്ജറ്റ് ആൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ സ്റ്റാൻഡിങ് പ്ലാൻസ് ആണ്. സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്. ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വർഷം യൂസ് ചെയ്തിട്ട് ആ ഒരു ഇയർ എൻഡിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം അല്ലെങ്കിൽ അപ്ഡേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് വരുത്തിയിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം, യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനത്തെ പ്ലാനാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് മൾട്ടിപ്പിൾ യൂസ് പ്ലാൻ എന്നും കണ്ടിന്യൂയിങ് പ്ലാൻ അതുപോലെ തന്നെ ഓൺ ഗോയിങ് പ്ലാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻഡിങ് പ്ലാൻസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൾട്ടിപ്പിൾ യൂസ് പ്ലാൻ, കണ്ടിന്യൂയിങ് പ്ലാൻസ് ഓർ ഓൺ ഗോയിങ് പ്ലാൻസ്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പോളിസി, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ് ആണ്. അപ്പോൾ പോളിസി എന്ന് പറയുന്നത് എന്താണ്? പോളിസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ബ്രോഡ് ഗൈഡ് ലൈൻസ് ഫോർ മാനേജേഴ്സ് ടു ഫോളോ വെൻ ഡീലിംഗ് വിത്ത് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജേഴ്സിന്
പെർട്ടിക്കുലർ ഏരിയാസിൽ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ പോളിസീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാ പറയുന്നത്, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്ന പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കും, റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കും, വർക്കിംഗ് അവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുക വർക്ക് പ്ലേസ് ഹരാസ്മെന്റ്, അതെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് ഡീൽ ചെയ്യണം, അത് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ കുറച്ച് പോളിസീസ് ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. സോ അത് അനുസരിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ മാനേജേഴ്സ് ഡിസിഷൻ എടുക്കുക. അപ്പൊ അതിനെയാണ് പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ആണ്. പ്രൊസീജിയർ എന്നുള്ളതിൽ തന്നെ നമുക്ക് ആ ഒരു വേർഡ് എന്ന് അറിയാം, അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന ഒരു ഡയറക്ഷൻ ആണ് അല്ലെ. ഇറ്റ്സ് എ സെറ്റ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡയറക്ഷൻ ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ആക്ടിവിറ്റീസ് ഓർ ടാസ്ക് ആർ ടു ബി ക്യാരിഡ് ഔട്ട്. എങ്ങനെയാണ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടാസ്ക് പെർഫോം ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ an established procedures ensures uniformity of action. അതായത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുക വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. ഇപ്പോൾ എന്താ പറയുക, പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടേക്ക് മെറ്റീരിയൽ വരുന്നു, അപ്പോൾ 2-3 മെഷീനറീസ് ഉണ്ട്. അപ്പോൾ ആദ്യം മെഷീനറി എയിലേക്കാണ് ഇത് വരുന്നത്, മെറ്റീരിയൽസ് വരുന്നത്. അതിലെ പ്രോസസ്സിങ് കഴിഞ്ഞ് ബിയിലേക്ക് പോകുന്നു, ബി കഴിഞ്ഞ് സിയിലേക്ക് പോകുന്നു. അതിനുശേഷം എന്താ പറയുക, പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ആ പ്രൊഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്യുന്നു, ലേബലിംഗ് ചെയ്യുന്നു, എന്നിട്ട് വലിയ ബോക്സുകളിലാക്കുന്നു, എന്നിട്ട് അത് എടുത്ത് മാറ്റി വെക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ, അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ, അതല്ലെങ്കിൽ അതിനെയാണ് അല്ലെങ്കിൽ ഡയറക്ഷൻ, അതിനെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ളത്, ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ളത്, ഇതിനെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളിസി, പ്രൊസീജിയർ. ഇനി റൂൾസ് ഉണ്ട്. റൂൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് റൂൾ എന്ന് വെച്ചാൽ എല്ലാവരും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ടെൽസ് an employee what he or she can do and can and cannot do. ഓക്കെ, ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് റൂൾസ് എന്ന് പറയുന്നത്. അത് ഡെഫിനിറ്റ് ആൻഡ് റിജിഡ് ആയിരിക്കും. എന്താ പറയുക, ഡു ആൻഡ് ഡോണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ഈ റൂൾസ് എന്ന് പറയുന്നത്. ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് റൂൾസിൽ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുക, ഒരു ഓർഗനൈസേഷനിൽ ഇപ്പം എല്ലാ സൺഡേസും എന്തുണ്ട്, ലീവ് ഉണ്ട്. ഓക്കെ, ഓഫാണ്, എല്ലാ സൺഡേസും ഓഫ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു മാസത്തിൽ ഒരു എക്സ്ട്രാ ഒരു ദിവസം നമുക്ക് സാലറിയോട് കൂടിയിട്ടുള്ള ലീവ് എടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു റൂൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ നമ്മൾ എല്ലാ സൺഡേസും നമുക്ക് ലീവ് ഉണ്ട്, ഒരു ദിവസം നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട്, സാലറിയോട് കൂടിയിട്ടുള്ള ലീവ് തരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ലീവ് എടുക്കുകയാണെങ്കിൽ സാലറി കട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു റൂൾ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്ത ആയിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാണ്. അപ്പൊ അതിനെയാണ് റൂൾ എന്ന് പറയുന്നത്. ഇതൊക്കെ സ്റ്റാൻഡിങ് പ്ലാൻസിന് എക്സാമ്പിൾ ആണ്. ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്ന പ്ലാനുകളാണ് അല്ലെ. ഒരു വർഷം കഴിഞ്ഞാലും അത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ വരുത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പ്ലാനുകളാണ്. ഇതിനാണ് സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. സോ ഫ്ലെക്സിബിലിറ്റിയുടെ ബേസിസിൽ സ്പെസിഫിക് പ്ലാനും ഉണ്ട്, ഫ്ലെക്സിബിൾ പ്ലാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്ലാനുകളാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് വരുത്താം, ആവശ്യമെങ്കിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്ന പ്ലാനുകളാണ് ഫ്ലെക്സിബിൾ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 2 പ്ലാനുകളുണ്ട്, കണ്ടിജൻസി പ്ലാൻ, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് പ്ലാൻ. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിജൻസി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, പ്ലാൻ എ പ്ലാൻ ബി എന്ന് പറയുന്ന പോലെ നമ്മൾ പ്ലാൻ എ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അതെങ്ങാനും നടക്കാതെ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ നമുക്ക് പ്ലാൻ ബി എടുക്കാം എന്ന് പറയില്ല. അപ്പൊ അതിനാണ് കണ്ടിജൻസി പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ദീസ് പ്ലാൻസ് ആർ യൂസ്ഡ് വെൻ ദ ഒറിജിനൽ പ്ലാൻ പ്രൂവ്സ് ഇൻആഡിക്വേറ്റ് ബിക്കോസ് ഓഫ് എനി ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ, ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് പ്ലാൻ ബി യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതിനാണ് കണ്ടിജൻസി പ്ലാൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഓഫ് കണ്ടിജൻസി ഉണ്ടാവുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടൊരു പ്ലാൻ ഉണ്ട്, അത് അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള സപ്പോർട്ടിംഗ് പ്ലാൻസ്, അതിനെയാണ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിങ്ങിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഏരിയാസ് ആണ് ഈ ടൈപ്സ് ഓഫ് പ്ലാൻ അതുപോലെ പ്രോസസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ് ചലഞ്ചസ് ഇൻ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ പ്ലാനിങ്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് പ്ലാനിങ്ങിനുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചലഞ്ച് എന്താ വെച്ചാൽ ഡിഫിക്കൽട്ടി ഓഫ് ആക്യുറേറ്റ് പ്രിമൈസിങ്. നമ്മൾ സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ?
തേർഡ് സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അസംഷൻസ് നമ്മൾ വെക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ പറഞ്ഞ സമയത്ത് കുറച്ച് അസംഷൻസ് വെച്ച പോലെ കുറച്ച് അസംഷൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രിമൈസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ അസംഷൻസ് വെക്കുക എന്നുള്ളത് അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചേഞ്ചസ് വരാം അല്ലേ. അപ്പോൾ ഇങ്ങനെ അസംഷൻസ് കറക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് കുറച്ചും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. പ്രിമൈസ് എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ക്ലൈമറ്റ്, അതുപോലെ തന്നെ നമുക്കറിയാം ക്ലൈമറ്റ് എന്നുള്ളത് എൻവയോൺമെന്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്ലാനിങ്ങിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലെക്സിബിലിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതുപോലെ അൺസർട്ടനിറ്റീസ് ഒരുപാടുണ്ട്. ഇന്നബിലിറ്റി ടു പ്ലാൻ ഓർ ഇന്നാഡിക്വേറ്റ് പ്ലാനിങ്, പ്ലാൻ ചെയ്യാൻ പറ്റാതിരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസ് എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ അല്ലാതിരിക്കുക. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ സബ്സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ, നമ്മൾ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻഫർമേഷൻ എന്നുള്ളത് തന്നെ എന്താ പറയുക, അത്രയും പുവർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മുടെ പ്ലാനും അതുപോലെ പുവർ ആയിരിക്കും അല്ലെ. പ്രൊസീജിയറൽ ഇൻഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ അതായത് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ ലാക്ക് ഓഫ് നോളജ് ഇൻ ഫോർകാസ്റ്റിംഗ് ടെക്നിക്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്കുകളെ പറ്റിയിട്ടുള്ള അറിവില്ലായ്ക. അതായത് ഇപ്പോൾ ഫോർകാസ്റ്റിംഗിന് വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഡെൽഫി മെത്തേഡ്, റിഗ്രഷൻ മെത്തേഡ്, ഇക്കണോമെട്രിക് മെത്തേഡ്, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിനൊന്നും പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് അറിയില്ല വെച്ചാൽ അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ പ്ലാനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം പ്ലാനിങ്ങിൽ, അതുപോലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് വരാം, കൺസ്ട്രെയിൻസ് വരാം. പിന്നെ അതുപോലെ റെലൂസൻസ് ഓഫ് മാനേജേഴ്സ്, ചിലപ്പോൾ മാനേജേഴ്സിന് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല പ്രോപ്പർ പ്ലാനിങ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, എന്തെങ്കിലും ഒരു പ്ലാൻ അങ്ങ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചലഞ്ചസ് ഇൻ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഓൾമോസ്റ്റ് പ്ലാനിങ്ങിന്റെ എല്ലാ ഏരിയസും കവർ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് പ്ലാനിങ് എന്നുള്ളത്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പ്ലാനിങ്, ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്, പിന്നെ അതുപോലെ ചാലഞ്ചസും പറഞ്ഞു നമ്മൾ പ്ലാനിങ്ങിന്റെ. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയാസ് ആയിട്ടുള്ള പ്രോസസ് ഓഫ് പ്ലാനിങ്ങും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാനിങ്ങും പറഞ്ഞു. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയാസ് ആയിരുന്നു അത്. അപ്പോൾ അതും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.